ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നും പറയണ പോലെ രാവിലത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ലഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ലഞ്ചിന് നെയ്ച്ചോറും അതുപോലെ കാശ്മീരി ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇതാ ഞാനൊന്ന് കഴുകി എടുക്കുകയാണ്. പിന്നെ ചിക്കനൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിങ്ക് ഒരു പച്ച സ്മെല്ലായിരിക്കുമല്ലോ. അപ്പോൾ അതുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആക്കിയിട്ട് അങ്ങനെ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റാണ് ഡീപ്പായിട്ട് കഴുകുള്ളൂ. ഇനിയിപ്പോൾ ഇതാ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 4 വലിയുള്ളി സ്ലൈസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എടുത്തുക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ചോപ്പറിലാണ് കേട്ടോ സ്ലൈസ് ചെയ്തെടുക്കുന്നത്. ഇത് പ്രീതി സോഡിയാക്കിൻ്റെ മിക്സർ ഗ്രൈൻഡറിൻ്റെ തന്നെ ഉള്ള ഒരു ചോപ്പറാണ്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള കാരണം നമുക്ക് ഒറ്റൊരു യൂസിൽ തന്നെ എല്ലാതും സ്ലൈസ് ചെയ്തെടുക്കാനും ചോപ്പ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അതിൻ്റെ ഒരു ഡീഫോൾട്ട് എന്ന് പറയാനുള്ളത് ഇതിന് സൗണ്ട് കുറച്ച് കൂടുതലാണ്, അത്ര തന്നെ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു മിക്സർ ഗ്രൈൻഡറാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഉള്ളി മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ആ ഒരു ടൈമിൽ ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ഗ്രീൻ മസാല ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, അപ്പോൾ അത് വെച്ചിട്ട് ചിക്കൻ ഒന്ന് മസാല തേച്ച് വെക്കുകയാണ് കേട്ടോ. ആ ഒരു ഗ്രീൻ മസാല നെസ്റ്റോയിൽ കാലിക്കറ്റ് നോട്ട്ബുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഒരു ജൂനിയർ ഷെഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ മോള് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 2 ചിക്കൻ്റെ ഐറ്റംസ് ആയിരുന്നു ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു മസാലയായിരുന്നു കേട്ടോ. അതിൽ സെക്കൻഡ് പ്രൈസ് കിട്ടും ചെയ്തു. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്യാം. അപ്പോൾ അതിൽ ഞങ്ങൾ തവ ചിക്കനും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കൻ ബട്ടർ ഫ്രൈ ആയിരുന്നു കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഫ്രൈ ചെറുതായിട്ട് എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ ചെയ്തതായിരുന്നു. അപ്പോൾ ഇത് എല്ലാ പച്ചമസാലകളും അതുപോലെ കരിവേപ്പില, പച്ചമുളക്, മല്ലിച്ചപ്പ്, പുതിന അത് കുറച്ചധികം ഇട്ടിട്ട് ബട്ടറിൽ ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ. നമ്മൾ ആ ഒരു ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ഉണ്ടല്ലോ, അതങ്ങനെ ബട്ടറിലാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് സെക്കൻഡ് പ്രൈസ് അടിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലിൽ തന്നെ കുറച്ച് ഓയിൽ എടുത്തിക്കണേ. അതിലേക്ക് ഒരു 2-3-4 കഷ്ണം പട്ട, അതുപോലെ തന്നെ 2-3 ഏലക്കായ, 2-3 ഗ്രാമ്പു, പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക്. ഇനിയിപ്പോൾ അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു കാശ്മീരി ചിക്കൻ കറിയിൽ അവർ നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുണ്ടല്ലോ, അതിൽ തന്നെ അങ്ങനെ കറി ഉണ്ടാക്കുകയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് അധികം ഓയിലാണ് ആ ഒരു കറി ഉണ്ടാവുക. അത് അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ അതൊന്ന് റോസ്റ്റായി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് 3 വലിയ തക്കാളിയും അതുപോലെ തന്നെ ഒരു 4 പച്ചമുളക് അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുത്തതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതും നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം സോഫ്റ്റായി വെന്ത് വന്നിക്കണം. ഇനിയിപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 2 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, 1 ടീസ്പൂണ് ഗരം മസാല. ഇനിയിപ്പോൾ ഈ പൊടികളൊക്കെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിയിലയും പിന്നെ കഴുകി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ ആ ഒരു മസാലയും ചിക്കനും ഒക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് കറി എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇനിയിപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അത് ആ ഒരു ചിക്കന് വെന്ത് വരുന്ന വരെ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചിക്കനൊക്കെ വെന്ത് നല്ലോണം തിളച്ച് വന്നൊരു ടൈമിൽ അതിലേക്ക് ഇതാ 2 ടേബിൾ സ്പൂണ് തൈര് ചേർത്ത് കൊടുത്തിക്കണേ. ഇനിയിപ്പോൾ കറി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതാ അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക്, അത് നമ്മൾ പച്ചമുളക് നടുവിൽ കീറൊന്നും വേണ്ട കേട്ടോ, അങ്ങനെ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ കറിയൊക്കെ നല്ലോണം തിളച്ചിട്ട് കറി റെഡിയായി വന്നിക്കണേ. അപ്പോൾ നമ്മൾ എന്നും നെയ്ച്ചോർക്കൊക്കെ നാടൻ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു സ്റ്റൈലിലൊക്കെ ഒന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു വെറൈറ്റി ആവും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നെയ്ച്ചോർക്ക് ഈ ഒരു കറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഒരു വെറൈറ്റി ഒരു ഡിഷാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. പിന്നെ കറിയൊക്കെ ആയിങ്ങനെ പിന്നെ ഞാൻ നെയ്ച്ചോറും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ നെയ്ച്ചോറും റെഡിയായി. പിന്നെ ചിക്കൻ ഫ്രൈ ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ അന്ന് ഉച്ചക്കത്തെ പണികളും കാര്യങ്ങളും അതുപോലെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി നെയ്ച്ചോറും അതുപോലെ കാശ്മീരി ചിക്കൻ കറിയും പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ ചെമ്മീൻ അച്ചാറും ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.